തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നവംബർ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലാണ്. ഈ പ്രയർ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസം കൂടെ നമുക്ക് കർത്താവിന്റെ വചനം ശ്രവിക്കുവാനായിട്ട് കർത്താവ് നൽകിയ അവസരത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ഇരിട്ടിയിൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് 28, 29, 30 തീയതികളിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സക്രിയാസ് മിഷൻ ടീമിനൊപ്പം ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മരണം വഴി വേർപെട്ടു പോയവർക്ക് വേണ്ടി കുരിശിന്റെ വഴി അർപ്പിച്ചും വിശുദ്ധ കുർബാന അർപ്പിച്ചും പ്രാർത്ഥിക്കുവാനും ഒപ്പം ശുദ്ധീകരണ ആത്മാക്കളോടുകൂടെ ചേർന്ന് നമ്മുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുവാനായിട്ട് ദിവികാരുണി ഈശോയെ ഒന്നിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കുവാനുമായിട്ട് 28, 29, 30 ദിവസങ്ങളിലെ ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 5:30 വരെയുള്ള സമയം മാറ്റിവെച്ച് എല്ലാവരും ഇരിട്ടി സെന്റ് ജോസഫ് പള്ളിയിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദിവസങ്ങളായിട്ടത് മാറട്ടെ. ഈ ഒരു മാസക്കാലത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യജീവൻ മറ്റ് ഏതൊരു ജീവജാലങ്ങളെക്കാളും പ്രാധാന്യമർഹിക്കുന്നതും വിലയുള്ളതും മഹത്വമുള്ളതുമായി തീരുന്നത് മനുഷ്യനിൽ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നൽകപ്പെട്ടതിനാലാണ്. നമുക്കറിയാം, മറ്റ് സൃഷ്ടജാലങ്ങളെ മുഴുവൻ, ജീവജാലങ്ങളെ മുഴുവനും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ മകനായിട്ടാണ്, ദൈവത്തിന്റെ മകളായിട്ടാണ്, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മറ്റു ജീവജാലങ്ങളെ പോലൊരു ജീവിയായിട്ട് മനുഷ്യനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാഴ്ചപ്പാടാണ്. ശാസ്ത്രം പലപ്പോഴും ആ രീതിയിൽ കാണുന്നുണ്ടാകാം. പക്ഷെ ദൈവം നമ്മളെ കാണുന്നത് മറ്റു ജീവജാലങ്ങളിൽ ഒന്നായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ മക്കളായിട്ടാണ്. അതിന്റെ മഹത്വം മനുഷ്യനുണ്ട്. അതിനാൽ തന്നെ മറ്റു ജീവജാലങ്ങളെ കാണുന്നത് പോലെയല്ല നമ്മുടെ സഹചരായിട്ടുള്ള, നമ്മുടെ ചുറ്റുപാടുകളുള്ള മനുഷ്യ വ്യക്തികളെ നമ്മൾ കാണുന്നു. അവരാദരിക്കപ്പെടേണ്ടവരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ദൈവത്തിന്റെ സ്വന്തം മക്കളായതിനാൽ തന്നെ. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത്: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിക്കേ, ഒരു മനുഷ്യനെയും നിന്ദിക്കരുതെന്ന്, അവഗണിക്കരുതെന്ന്, വേദനിപ്പിക്കരുതെന്ന് തിരുവചനം നമ്മളോട് പറയുക. കാരണം എന്താണ്? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എപ്പോഴും പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൂതൻ എനിക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും, ദൈവം സൃഷ്ടിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു ദൂതനെ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഭ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊരു കാവൽ മാലാഖയുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു മാലാഖയുണ്ട്, കാവൽ മാലാഖയുണ്ട്. മരണശേഷം നമ്മളെ കൊണ്ടുപോകുന്നത് ആ മാലാഖയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൂതൻ സ്വർഗത്തിൽ എപ്പോഴും പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ, ദൈവമക്കളായിരിക്കുന്ന അവസ്ഥ, ദൈവത്തിന്റെ ഛായയിലും സൃഷ്ടിക്കപ്പെട്ട അവസ്ഥ, ആ അവസ്ഥയിൽ നമ്മളെ കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം ശ്രേഷ്ഠതയാണ് മനുഷ്യന് ദൈവം നൽകുന്നത് എന്ന് നമ്മൾ ഓർത്തു നോക്കുക. അങ്ങനെ അത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ എന്തുമാത്രം ആദരവോടുകൂടി കാണണം. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വേദനിപ്പിക്കാനോ കളിയാക്കാനോ വഞ്ചിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തുമാത്രം നമ്മൾ ഭയപ്പെടണം. കാരണം എല്ലാ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു CCTV ക്യാമറയിൽ എന്തുപോലെ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പലപ്പോഴും അവഗണിക്കാനും മാറ്റി നിർത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ തോന്നുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരിലെ കുറവുകളാണ്, പോരായ്മകളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറിയില്ല, പ്രവർത്തിച്ചില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അസ്വസ്ഥത വരും. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്:
ദൈവം മനുഷ്യരെ മുഴുവൻ വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്. ഒരാൾക്കുള്ള കഴിവ് വേറൊരാൾക്കുണ്ടാകണമെന്നില്ല. ഒരാളുടെ കാഴ്ചപ്പാടല്ല വേറൊരാളുടെ കാഴ്ചപ്പാട്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, കഴിവുകൾ, ബലഹീനതകൾ, കുറവുകൾ, ശീലങ്ങൾ, ചിന്തകൾ എല്ലാം നിറഞ്ഞ മനുഷ്യരാണ്. എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ എന്താണ് സ്ഥിതി? അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എല്ലാ ടൈപ്പ് മനുഷ്യരെയും ഈ ഭൂമിയിൽ വേണം. എല്ലാ തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവ് വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ ജീവിത ശൈലികളോടും കൂടെ മനുഷ്യരെ രൂപപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. എല്ലാ കുറവുകളെയും ദൈവം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം അതിനോട് കൃഷ്ണത കാണിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ബലഹീനതകളും കുറവുകളും ഒക്കെയുള്ള നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്നത്: ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. ഇപ്പൊ നമ്മൾക്കുള്ള ചില കഴിവുകള്, ഗുണഗണങ്ങള് മറ്റുള്ളവർക്കില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ കൂടുതൽ അവരോട് സഹതപിക്കുകയും അല്ലെ കൂടുതൽ അവരോട് അനുകമ്പ കാണിക്കുകയും ചെയ്യണം എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. ബലമുള്ളവരായ നാം മറ്റുള്ളവരുടെ ബലഹീനതയെ സഹിക്കണം. ഇവിടെ നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ, നന്നായിട്ട് അധ്വാനിക്കാത്തതുകൊണ്ടല്ലേ, ഉഴപ്പി സമയം കളഞ്ഞിട്ടല്ലേ, പണം ദൂർത്തടിച്ച് കളഞ്ഞിട്ടല്ലേ, കള്ളു കുടിച്ച് മുഴുവൻ നശിപ്പിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഓരോ വ്യക്തികളും അവരിപ്പോൾ ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായ ചില ജീവിത പശ്ചാത്തലങ്ങളുണ്ട്, ജീവിത അനുഭവങ്ങളുണ്ട്. അതിലൂടെ അവർ രൂപപ്പെട്ടു വന്നത് ഇപ്രകാരമാണ്. ആരും മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാകാൻ ഇഷ്ടപ്പെടുന്നില്ല, കളിയാക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വവും തനിമയും അഭിമാനവും ഒക്കെയുണ്ട്. എന്നാൽ അവരങ്ങനെ ആയിപ്പോയി. ജനിച്ച് ജീവിച്ചു വളർന്നു വന്ന ജീവിത സാഹചര്യം അവരെ അങ്ങനെ ആക്കി. അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് മറ്റുള്ളവർ, നമ്മളെക്കാളും കഴിവില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പണമില്ലാത്തവർ, ജീവിതത്തിൽ ഉയരാൻ സാധിക്കാത്തവർ, എന്നും താഴേക്കിടയിൽ കിടക്കുന്നവർ, അങ്ങനെയുള്ളവരോടെല്ലാം കൂടുതൽ സഹാനുഭൂതിയും സ്നേഹവും കാരുണ്യവും കാണിച്ച് നമുക്കുള്ളതിൽ അവർക്കും കൂടി ഉള്ളതാണെന്ന ബോധ്യത്തോടുകൂടെ പങ്കുവെച്ച് അവരെ കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ദൈവരാജ്യത്തിന്റെ ജീവിതശൈലി, ദൈവമക്കളുടെ സ്വഭാവം എന്ന് തിരുവചനം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മളോട് പ്രകാരം പറയുന്നു: അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടും തളർന്നവര്, ബലഹീനര്, പോരായ്മകളുള്ളവര്, അവരെല്ലാം കാണുമ്പോൾ അവരെക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അഹങ്കരിക്കാതെ, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെ കൂടെ സഹായിക്കാൻ, അവരെ കൂടെ ഒന്ന് താങ്ങാനുള്ള കടമ എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ നമുക്ക് ചിന്തിച്ചു നോക്കാം, ആരുടെയെങ്കിലും കണ്ണുനീർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിന്ദിച്ചതിന്റെ, അവഗണിച്ചതിന്റെ, മാറ്റി നിർത്തിയതിന്റെ ഒക്കെ പേരില് അത്തരം കണ്ണുനീരും നൊമ്പരങ്ങളും ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കഴിവില്ലാത്തതിന്റെ പേരില്, പണമില്ലാത്തതിന്റെ പേരില്, സൗന്ദര്യമില്ലാത്തതിന്റെ പേരില്, അവനെ കൂടെ കൂട്ടിയാൽ, അവളെ കൂടെ കൂട്ടിയാൽ നഷ്ടം സംഭവിക്കുമെന്നതിന്റെ പേരില്, പുരോഗതി ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെ നമ്മൾ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചിലരുടെ നേരെ നമ്മൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയും അപ്പം മരണം വഴി നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവരുടെ ആത്മാക്കൾ ഈ രീതിയിൽ ഏതെങ്കിലും കടങ്ങളിൽ പെട്ടുകിടപ്പുണ്ടെങ്കിൽ, ജീവിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും വ്യക്തികളെ അവഗണിക്കുകയോ വേദനിപ്പിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തതിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഇനിയുള്ള നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉള്ളവരെ കാണുമ്പോൾ കൂടുതൽ സ്നേഹത്തോടെ അവരോട് ഇടപെട്ട് ആ പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും
അസ്വസ്ഥതകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്ന തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ ഒന്നിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ യേശു മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, യേശു മിശിഹാ കർത്താവിന്റെ വിലതീരാതെ തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.